Hello everyone and welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി മലബാർ ഡിഷായ ഇറാനി പോളയാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 സവാള കൂടി ചേർക്കണം. പിന്നീട് 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് അതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയിലോട്ട് ഇപ്പം മിക്സിയിലിട്ട് അടിച്ച് വെച്ച ചിക്കൻ ഒന്ന് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മസാലയാണിത്. നമുക്ക് ഈ സെയിം മസാല തന്നെ യൂസ് ചെയ്ത് മീറ്റ് റോളോ പപ്സോ ഒക്കെ ഉണ്ടാക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല റെഡിയായി. റെഡിയായ മസാലയിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബട്ടറിൻ്റെ ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും. അങ്ങനെ ബട്ടറോട് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇറാനി പോളയുടെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ജാറിൽ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ മുട്ടയെല്ലാം ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദാ മാവും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പോള ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അടിച്ചു വെച്ച മാവ് കൂടി ചേർത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഞാനിവിടെ 2 ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചത് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മൈദാമാവും മുട്ടയുടെ ബാറ്ററിലും നമുക്ക് ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ബ്രെഡ് കൂടെ ഇടുമ്പം കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ മാവിലോട്ട് 1 ബ്രെഡും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അങ്ങനെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല ഇപ്പോൾ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ ലെയറിലോട്ട് നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ സെയിം മെത്തേഡിൽ മുട്ട വെച്ചും ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ മസാല എല്ലാം നന്നായിട്ട് ലെയർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ബ്രെഡ് ചേർത്ത് അടിച്ചു വെച്ച ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ടൊമാറ്റോയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊന്നും നിർബന്ധമില്ല, നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ മല്ലിയിലയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ ഫ്ലേവർ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു ദോശയുടെ ഒരു തവയാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ പാൻ വെച്ച് കുക്ക് ചെയ്യുന്നത്. ഒരു 30 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ 30 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ്. എല്ലാവരും ഈ റെസിപ്പി ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.